Here is an interesting story. The pleasure of rain in the unit Letter to God. Do you talk to the rain, flowers, birds and clouds? Here is the story of a man who talked to the rain. നമ്മൾ സാധാരണ മഴയോടും പൂക്കളോടും പൂമ്പാറ്റകളോടൊക്കെ സംസാരിക്കുമല്ലേ, അതുപോലെ മഴയോട് സംസാരിക്കുന്ന ഒരാളുടെ കഥയാണത്. The house, the only one in the whole valley, sat on the crest of a low hill. From this height, one could see the river and the field of ripe corn dotted with flowers that always promised a good harvest. അപ്പം ഒരു വീടുണ്ട്. ആ വീട് നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടെ നിന്ന് നോക്കിയാൽ വിശാലമായ കോണെന്ന് പറഞ്ഞാൽ കമ്പം. അപ്പോൾ ഈ കോണിൻ്റെ പാടം കാണാം. ഈ കോണ് മുഴുവൻ വിളവെടുക്കാൻ പാകത്തിന് ഇങ്ങനെ മൂത്ത് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫ്ലവേഴ്സും ഉണ്ട്. അത് പ്രോമിസ് ചെയ്യുന്നതാണ് എന്നതെന്താണ്, നല്ലൊരു വിളവെടുപ്പാണ് അത് പ്രോമിസ് ചെയ്യുന്നത്. The only thing the earth needed was a downpour or at least a shower. Throughout the morning, Lenjo had done nothing else but look at the sky towards the northeast. Now we are really going to get some rain, woman, he said. അപ്പോൾ ലെഞ്ചോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലെഞ്ചോ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യുന്ന പ്രതീക്ഷിച്ചിട്ട്. ലെഞ്ചോ മാത്രമല്ല, ഭൂമിക്ക് ആവശ്യമുള്ളതും ഒരു നല്ല മഴ തന്നെയായിരുന്നു. The woman who was preparing supper replied, yes, God willing. അതേ മഴ പെയ്യുമായിരിക്കും, ദൈവം നിശ്ചയിക്കുകയാണെങ്കിൽ. During the meal, big drops of rain began to fall. Huge mountains of clouds could be seen approaching. The air was fresh and sweet. അപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴത്തുള്ളികൾ, വലിയ വലിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. The air was fresh and sweet. Lenjo went out to have the pleasure of feeling the rain on his body. അപ്പം ലെഞ്ചോ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, മഴ കൊള്ളാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. These are in raindrops falling from the sky. They are like new coins. The big drops are tens and the little ones are fives. അപ്പം ലെഞ്ചോ പുറത്തിറങ്ങിയിട്ട് സന്തോഷം കൊണ്ട് പറയാണ്, ഇതൊന്നും മഴത്തുള്ളികളല്ല, ഇത് 10ൻ്റെയും 5ൻ്റെയൊക്കെ കോയിൻസ് ആണ്. വിച്ച് മീൻസ് ഹീ ഈസ് എക്സ്പെക്ടിങ് ദ ഹാർവെസ്റ്റ് ഓഫ് ദോസ് കോൺസ്. ഈ കോൺസ് വിളവെടുക്കുന്നതും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെ കുറിച്ചൊക്കെയാണ് ലെഞ്ചോ പ്രതീക്ഷിക്കുന്നത്. He looked at the field of ripe corn with its flowers draped in a curtain of rain. But suddenly a strong wind began to blow. Very large hailstones began to fall. അപ്പം ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാടത്ത് ഈ മൂത്ത കോണിൻ്റെ മേലിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രേപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ, ഒരു മഴ വന്ന് പൊതിയുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഡ്രേപ്ഡ് മീൻസ് ടു കവർ. പക്ഷെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ദ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാറ്റടിച്ചു തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ. വലിയ വലിയ അത്തിപ്പഴങ്ങൾ വീഴാൻ തുടങ്ങി. It's really getting bad now, exclaimed Lenjo. I hope it passes quickly. ഇത് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ഇത് പെട്ടെന്ന് തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് ലെഞ്ചോ പറഞ്ഞു. It did not pass quickly. It hailed for an hour on the house, the garden, the hillside, the cornfield and the whole valley. The field was white as if covered with salt. Not a leaf remained on the trees. അപ്പം ഈ അത്തിപ്പഴം പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. 1 മണിക്കൂറോളം ഇതിങ്ങനെ അത്തിപ്പഴം വീണുകൊണ്ടേയിരുന്നു. വീടുകളും ഗാർഡനും ഹിൽസൈഡും ഈ പാടവും വാലിയും എല്ലാം എന്തായി, ഈ അത്തിപ്പഴം കൊണ്ട് മൂടപ്പെട്ടു. ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സോൾട്ട്. ഈ പാടം മൊത്തം ഉപ്പ് പൊതിഞ്ഞ പോലെ വെള്ള പൊതിഞ്ഞ് കിടക്കായിരുന്നു. മരത്തിലൊരു ഇല പോലും കാണാനുണ്ടായിരുന്നില്ല. The corn was totally destroyed. The flowers had disappeared from the plants. Lenjo's soul was filled with sadness. That night was a sorrowful one. അപ്പം കോണ് മൊത്തം നശിച്ചു പോയി. ഫ്ലവേഴ്സൊക്കെ അതിൻ്റെ പ്ലാന്റ്സിൽ നിന്ന്
പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ലെഞ്ചോൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടായി. ലെഞ്ചോ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അതൊരു സങ്കടം പിടിച്ച ദിവസമായിരുന്നു. This year we will have no corn. There is no one to help us. We will all go hungry this year. But in the hearts of all who lived in that solitary house, there was a single hope, help from God. All through the night, Lenjo thought only of his one hope, God. അപ്പം ലെഞ്ചോ പറയാണ്, ഈ വർഷം നമുക്ക് കോണുകൾ ഉണ്ടാവില്ല, നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമുക്ക് വിശന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും, നമ്മളെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ പ്രതീക്ഷ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രതീക്ഷ എന്തായിരുന്നു? ദൈവത്തിൻ്റെ അടുത്തുള്ള പ്രതീക്ഷയായിരുന്നു. ഓക്കെ, അപ്പം അന്ന് രാത്രി ലെഞ്ചോ ദൈവത്തിനെ കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ദൈവത്തിലുള്ള പ്രതീക്ഷ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ്, അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. ലെഞ്ചോ വാസ് ആൻ ഓക്സ് ഓഫ് എ മാൻ, വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ്. സ്റ്റിൽ ഹി ന്യൂ ഹൗ ടു റൈറ്റ്. ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അപ്പോൾ ലെഞ്ചോ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനാണ് ഓക്സ് ഓഫ് എ മാൻ എന്ന് പറയുന്നത്. ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് മാൻ ഇരുന്നത്. എങ്കിലും അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനൊക്കെ അറിയായിരുന്നു. ഹി ന്യൂ ഹൗ ടു റൈറ്റ്. അങ്ങനെ അദ്ദേഹം ഒരു കത്ത് എഴുതാൻ തീരുമാനിച്ചു. കത്ത് ആർക്കായിരുന്നു? വേറെ ആർക്കുമല്ല, ദൈവത്തിന് തന്നെ. അപ്പോൾ അദ്ദേഹം കത്തെഴുതി. ഇതായിരുന്നു കത്ത്. ഡിയർ ഗോഡ്, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ, ദൈവമേ നീ എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ, ഡിയർ ഗോഡ്, പ്രിയപ്പെട്ട ദൈവമേ, നീ എന്നെ ഈ വർഷം സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ വർഷം ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയിലായി പോവും. ഐ നീഡ് 100 pesos in order to sow my field again and to live until the crop comes. Because of the hailstorm you sent, everything is lost. അപ്പോൾ ദൈവത്തിനോട് ലെഞ്ചോ പറയാണ്, എനിക്കൊരു 100 pesos വേണം. പേസോസ് മീൻസ് നമ്മുടെ ഈ റുപ്പീസ് പറയുന്ന പോലെ മണീൻ്റെ ഒരു രൂപമാണ്. ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ് അഗെയിൻ, എൻ്റെ പാടം എനിക്ക് ഒന്നുകൂടെ വിത്ത് പാകണം. മാത്രമല്ല എനിക്ക് അതുവരെ ഈ ക്രോപ്പ് വിളവ് വരുന്നത് വരെ എനിക്ക് ജീവിക്കാനുള്ള കാശ് നിൻ്റെ അടുത്തുനിന്ന് വേണം. ഈ അത്തിപ്പഴം വീണത് കാരണം എല്ലാം നശിച്ചു പോയിട്ടുണ്ട്, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് കത്തെഴുതി. ഹി റോട്ട് ടു ഗോഡ് ഓൺ ദ എൻവലപ്പ് ആൻഡ് വെൻറ്റ് ടു ദ ടൗൺ. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഹി pasted a stamp on the letter and dropped it into the mail box. അങ്ങനെ കത്തിൻ്റെ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ കത്ത് നമ്മൾ എഴുതുന്ന കവറ്, ആ കവറിൻ്റെ മേലെ അദ്ദേഹം ടു ഗോഡ് എന്ന് എഴുതി. എന്നിട്ട് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തു. The postman went to his boss laughing heartily. He showed him the letter to God. The postmaster also broke into a laugh, but immediately he turned serious. What faith! I wish I had the faith of the man who wrote this letter. Imagine starting up a correspondence with God. അപ്പം ഈ പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ അടുത്തേക്ക്, പോസ്റ്റ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് ചിരിച്ചിട്ട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളൊരു കത്തുണ്ട്. ഇത് കണ്ടപ്പോൾ പോസ്റ്റ് മാസ്റ്ററും ചിരിച്ചു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇയാളെപ്പോലെ, ഈ കത്ത് എഴുതിയ ആളെപ്പോലെ ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. പോസ്റ്റ് മാസ്റ്ററിന് ഒരു ഐഡിയ തോന്നി. ഹി സെൻഡ് എ റിപ്ലൈ ടു ലെഞ്ചോ ഫ്രം ഗോഡ്. അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ അടുത്ത് നിന്നുള്ള മറുപടി പോലെ ലെഞ്ചോക്കൊരു കത്തെഴുതി. ബട്ട് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ. ഇങ്ങനെ ഒരു നല്ല റിപ്ലൈ കൊടുക്കുക മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇങ്ക് ആൻഡ് പേപ്പർ ടു ആൻസർ ദ ലെറ്റർ. ഓക്കെ, ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതുന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു.
He took a collection from the employees of the post office. He himself gave a part of his salary. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? പോസ്റ്റ് ഓഫീസിലുള്ള വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തു നിന്നൊക്കെ കാശ് പിരിച്ചെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്നും കൂടി എടുത്തിട്ട് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു, ലഞ്ചോക്ക്. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗെദർ 100 pesos. ഈ 100 pesos മൊത്തം ഈ കവറിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യം ആയിരുന്നില്ല. ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാമർ ഓൺലി 70 pesos. 70 pesos മാത്രമാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ ആ കവറിൽ ഇടാൻ പറ്റുള്ളായിരുന്നു. So he put the money in an envelope addressed to Lenjo. He sent a letter along with it. It contained only a signature, God. അപ്പം ഈ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? ഈ കവറിൽ 70 pesos വെച്ചിട്ട് എൻവലപ്പിൽ ഇട്ടിട്ട് ലെഞ്ചോക്ക് അയച്ചു കൊടുത്തു. അതിൽ ഒരു ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഗോഡിൻ്റെ ഒരു സൈൻ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അടുത്ത ടൈറ്റിൽ ഗോഡ് റിപ്ലൈസ്. ദ ഫോളോയിങ് ഡേ ലെഞ്ചോ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. അടുത്ത ദിവസം ലെഞ്ചോ സാധാരണ പോകുന്നതിനേക്കാട്ടിലും നേരത്തെ തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. കാരണം ലെറ്റർ വന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. ഹി ആസ്ക്ഡ് ദ പോസ്റ്റ്മാൻ ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. ദ പോസ്റ്റ്മാൻ ഹാൻഡഡ് എ ലെറ്റർ ടു ഹിം. The postmaster looked on from the doorway of his office. അപ്പോൾ പെട്ടെന്ന് തന്നെ ലഞ്ച് പോയിട്ട് പോസ്റ്റ്മാനോട് ചോദിച്ചു വല്ല കത്തും ഉണ്ടോയെന്ന്. പോസ്റ്റ്മാൻ കത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. പോസ്റ്റ് മാസ്റ്റർ അപ്പുറത്ത് നിന്ന് വാതിലിൻ്റെ അപ്പുറത്ത് നിന്ന് നോക്കുകയും ചെയ്തു. ലഞ്ചോ ഷോട്ട് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. ഈ കാശ് കിട്ടിയതിൽ ലഞ്ചോക്ക് സർപ്രൈസ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ലഞ്ചോ അത് പ്രതീക്ഷിച്ചതാണ്. ബിക്കോസ് ദാറ്റ് മച്ച് വാസ് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ അത്രയും അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ടാണത്. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. ബട്ട് ഹി ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. കാശ് എണ്ണിയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് മിസ്റ്റേക്ക് വരില്ല. ഇമ്മീഡിയറ്റ്ലി ലെഞ്ചോ വെൻ്റ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ലെഞ്ചോ പോസ്റ്റ്മാൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പേപ്പറും പെന്നും ചോദിച്ചു. He sat at the public writing table and he started to write. When he finished, he went to the window to buy a stamp. He licked the stamp and then affixed it on the envelope with a thumb of his fist. അപ്പോൾ അദ്ദേഹം ഒരു പേനയും പേപ്പറും വാങ്ങിച്ചിട്ട് ഒരു പേപ്പറിൽ ദൈവത്തിന് വീണ്ടും കത്തെഴുതിയിട്ട് ഒരു സ്റ്റാമ്പ് വാങ്ങിയിട്ട് ആ സ്റ്റാമ്പ് നാവുകൊണ്ട് നക്കിയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇത് ദൈവത്തിന് അയച്ചു. ദ മൊമെൻറ്റ് ദ ലെറ്റർ ഫെൽ ഇൻ ടു ദ മെയിൽ ബോക്സ് ദ പോസ്റ്റ് മാസ്റ്റർ വെൻ ടു ഓപ്പൺ ഇറ്റ്. കത്ത് ലഞ്ചോ മെയിൽ ബോക്സിലിട്ട സമയത്ത് തന്നെ പോസ്റ്റ് മാസ്റ്റർ പെട്ടെന്ന് വന്നിട്ട് ഈ കത്തെടുത്ത് വായിച്ചു. മേഴ്സിഫുൾ ഗോഡ്. മേഴ്സിഫുൾ എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ള. ഓക്കെ. Of the money that I asked for, only 70 pesos reached me. നീ അയച്ച ഞാൻ ചോദിച്ച കാശിൽ 70 pesos എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ്. ബാക്കി എനിക്ക് അയച്ചതാ. സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി. എനിക്കത് അത്രയും അത്യാവശ്യമാണ്, അതുകൊണ്ട് എനിക്കത് അയച്ചു തരണം. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ. പക്ഷെ നീ എനിക്കത് മെയിലായിട്ട് അയക്കണ്ട. ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. കാരണം ഈ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസൊക്കെ ഒരു കൂട്ടം ക്രൂക്സ് ആണെന്ന്. ക്രൂക്സ് എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് പീപ്പിൾ, വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ ഇത് വായിച്ചപ്പം നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിന് എന്താ തോന്നിയിട്ടുണ്ടാവുക? സോ ഐ തിങ്ക് ദ തിങ്സ് ആർ ക്ലിയർ ടു യു. ഇത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. So the main events of the story is given. The main events of the story: the pleasure of rain. A house is seen on the crest of the hill. The field of ripe corn that promised a good harvest is seen. Earth and Lenjo expected rain to come. Rain starts. Lenjo went out to feel the rain. Lenjo
compares raindrops to coins of tens and fives. A night of sorrow. Large hailstone began to fall with strong wind. Lenjo expects it to finish quickly, but it hailed for an hour. The field was white as if it was covered with salt. Corns were destroyed. That was a sorrowful night. They had an array of hope. The hope was God. At the post office. Lenjo was an hard-working man. He wrote a letter to God telling he was in trouble and he needs help. He asked for 100 pesos and he wrote to God on the envelope. Postman and postmaster laughed at the sight of a letter to God. The postmaster arranges to send some money to faithful Lenjo. It was 70 pesos with a signature. God replies. Lenjo received God's reply. Postmaster watched Lenjo from doorway. Lenjo was not surprised to see the letter because he was faithful. He was angry when he counted 70 pesos. He wrote back to God to send rest of the money, for he was badly in need of money. He wrote not to send money by mail. Postmaster read the letter, which ends with post office employees are a bunch of crooks. So I think these things are clear to you. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.